ബേസിക് സയൻസിന്റെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓണപരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യം വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ടായിരിക്കും. ഏതെല്ലാമാണ് വിറ്റാമിനുകൾ, വിറ്റാമിനുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ വൈറ്റമിൻസിന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്താണ് വിറ്റാമിൻ എന്ന് നോക്കാം, അല്ലെ? അപ്പൊ വിറ്റാമിൻ എന്ന് പറയുന്നത് എന്താണ്? എന്താ വിറ്റാമിനുകൾ? ശരീരത്തിന്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമായുള്ള പോഷക ഘടകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിറ്റാമിനുകൾ എന്ന് പറയുന്നത്. വിറ്റാമിൻസ് ആർ എസെൻഷ്യൽ ന്യൂട്രിയൻസ് റിക്വയർഡ് ഇൻ സ്മാൾ ക്വാണ്ടിറ്റീസ് ഫോർ ദ ഗ്രോത്ത് ആൻഡ് ഹെൽത്ത് ഓഫ് അവർ ബോഡി. നമ്മുടെ ബോഡിയുടെ ഹെൽത്തിന്, ആരോഗ്യത്തിനും ഗ്രോത്ത്, വളർച്ചയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള ആ ന്യൂട്രിയൻസിനെയാണ് നമ്മൾ പറയുന്നത്. എസെൻഷ്യൽ, അത്യാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിനെയാണ് നമ്മൾ വിറ്റാമിൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെ തരത്തിലുള്ള വിറ്റാമിനുകൾ ഉണ്ട് എന്ന് നോക്കിയാലോ? നോക്കാം നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള വിറ്റാമിനുകൾ ഉണ്ട്. വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, അല്ലെ, വിറ്റാമിൻ സി, അതുപോലെ വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ. ഇതാണ് നമ്മൾ പഠിക്കുന്ന വിറ്റാമിനുകൾ. അപ്പൊ ടാബിളൊക്കെ തന്നിട്ട് വൈറ്റമിൻസിന്റെ വിറ്റാമിനുകളെ ഫില്ല് ചെയ്യാനൊക്കെ ചോദിക്കും, അല്ലെ? എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഏത് അവയവത്തിനാണ് ഇതിനു കൊണ്ടുള്ള ഗുണം ലഭിക്കുന്നത് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ വിറ്റാമിൻ എ മെയിൻറ്റെയിൻ ഹെൽത്ത് ഓഫ് ഐസ് ആൻഡ് സ്കിൻ, അല്ലെ? നമ്മുടെ കണ്ണിന്റെയും അതുപോലെ ഹെയറിന്റെയും സ്കിന്നിന്റെയും ഒക്കെ ഹെൽത്ത് വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ ബി മെയിൻറ്റെയിൻ ഹെൽത്ത് ഓഫ് ദ ബ്രെയിൻ, നെർവ്സ്, ഹാർട്ട് ആൻഡ് സ്കിൻ. ഹാർട്ടിന്റെ, സ്കിന്നിന്റെ, നെർവ്സിന്റെ, ബ്രെയിനിന്റെ ഒക്കെ ഹെൽത്ത്, ആരോഗ്യം പരിചരിക്കുന്നത് വിറ്റാമിൻ ബി ആണ്. വൈറ്റമിൻ സി എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? വൈറ്റമിൻ സി ഫോർ ദ ഹെൽത്ത് ഓഫ് ടീത്ത്, ഗം, ബ്ലഡ് വെസൽ. പല്ലിന്റെ, മോണയുടെ, ബ്ലഡ് വെസൽസിന്റെ, അല്ലെ, ഒക്കെ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്ന വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി എവിടെയാ കിട്ടുക? നമുക്കറിയാം ഓറഞ്ചില്, അല്ലെ? ഓറഞ്ചിലുണ്ട്, അല്ലെ? സ്ട്രോബെറീസിലുണ്ട്. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഹെൽത്ത് ഓഫ് ബോൺസ്, പല്ലിന്റെ, എല്ലിന്റെ ആരോഗ്യത്തിന്, പല്ലിന്റെ ആരോഗ്യത്തിനൊക്കെ വൈറ്റമിൻ ഡി ആവശ്യമാണ്. നമുക്ക് സൂര്യപ്രകാശത്തു നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി, അല്ലെ? ഇനി വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ ഏതാണ്? വിറ്റാമിൻ ഇ ഫോർ ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ നെർവ്സ്. നെർവ്സിന്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് നമ്മളെ സഹായിക്കുന്ന അവക്കാഡോ, ബദാം തുടങ്ങിയവയിൽ വിറ്റാമിൻ ഇ ഉണ്ട്. ലാസ്റ്റ് വിറ്റാമിൻ കെ. കെ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ബ്ലഡ് ക്ലോട്ടിങ്, രക്തം കട്ട പിടിക്കാൻ. കെ ഫോർ കട്ട, അല്ലെ? കെ എന്ന് പറഞ്ഞാൽ എന്ത് കട്ടയാണ്? രക്തം കട്ട പിടിക്കാനാണ് കെ. വൈറ്റാമിൻ കെ ബ്ലഡ് ക്ലോട്ടിങ്, മുറിയൊക്കെ ഉണ്ടാവുമ്പോ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിന്. അപ്പൊ നമുക്ക് വെജിറ്റബിൾസ് എന്നൊക്കെ, ലീഫി വെജിറ്റബിൾസ് എന്നൊക്കെ കിട്ടുന്നതാണ് എന്ത്? വിറ്റാമിൻ കെ എന്ന് പറയുന്നത്. അപ്പൊ ഓരോ വൈറ്റമിൻസിനും എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. ഇനി നമുക്ക് വിറ്റാമിന്റെ കുറവ് മൂലമുണ്ടാവുന്ന അസുഖങ്ങൾ നോക്കണം. വിറ്റാമിനുകളുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ, അവയെ പട്ടിക തിരിച്ച് ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ള ചോദ്യം. കണ്ടോ, നമുക്കിങ്ങനെ ടാബിള് തരും, ആ ടാബിള് ഫില്ല് ചെയ്യാൻ ചോദിക്കാം. അപ്പൊ ഏതൊക്കെയാണ്? വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗമാണ് നിശാന്തത എന്ന് പറയുന്നത്. നിശാന്തത എന്ന് പറയുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ്, അല്ലെ? നിശാന്തത, നൈറ്റ് ബ്ലൈൻഡ്നെസ്. വിറ്റാമിൻ ബി കൊണ്ടുണ്ടാവുന്നതാണ് ഗ്ലോസിറ്റിസ് എന്ന് പറയുന്നത്. ഗ്ലോസിറ്റിസ്, നാവ് വീങ്ങുക, നാവിലെ തൊലി പൊളിയുക എന്നൊക്കെയാണ്. അതുപോലെ മൗത്ത് അൾസർ എന്ന് പറയുന്നു, അതായത് വായ്പുണ്ണ് എന്നിവയൊക്കെ ഉണ്ടാവുന്നത് വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാവുന്നത് മോണയിൽ നിന്ന് രക്തപ്രവാഹം, അതായത് സ്കർവി, അല്ലെ? ബ്ലീഡിംഗ് ഗം അല്ലെങ്കിൽ സ്കർവി. അപ്പൊ വിറ്റാമിൻ സി കൊണ്ടുണ്ടാവുന്ന, വിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുന്ന അല്ലെങ്കിൽ അഭാവം മൂലം ഉണ്ടാവുന്ന അസുഖം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സ്കർവി, അല്ലെ? അതുപോലെ വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി കൊണ്ടുണ്ടാവുന്ന അസുഖം ഏതാണ്? റിക്കറ്റ്സ്. റിക്കറ്റ്സ് അഥവാ കണ എന്ന് പറയും. റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ. അപ്പൊ നമുക്ക് ഒരു ചോദ്യം ഇതൊന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു വൈറ്റമിൻ തന്നിട്ട്, വിറ്റാമിൻ തന്നിട്ട്, ഇതിന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന അസുഖം ഏത്, അല്ലെങ്കിൽ സ്കർവി എന്ന രോഗത്തിന് കാരണമാവുന്ന ഏത് വൈറ്റമിന്റെ കുറവാണ് എന്ന് ചോദിക്കാം. ചിലപ്പോൾ ചിത്രമൊക്കെ തന്നിട്ട് നമ്മോട് ചോദിക്കാം. അപ്പൊ അതൊക്കെ
നോക്കി വെക്കണം, ഉറപ്പായിട്ടും നോക്കി വെക്കണം. അല്ലെങ്കിൽ ഇതുപോലെ ടേബിൾ തന്നിട്ട് ടേബിൾ എന്ത് ചെയ്യാൻ പറയും, കംപ്ലീറ്റ് ചെയ്യാൻ ചോദിക്കും. അപ്പൊ ഇത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു ചോദ്യമാണ്.